നമസ്കാരം. കണ്ണൂർ ശ്രീചന്ദ് ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് റീനൽ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. കേരളത്തിൽ 2011-12 ആ സമയത്താണ് ഇത് സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ 2015 വരെ ഒരു വർഷം 75ഓളം കഡാവർ ട്രാൻസ്പ്ലാന്റേഷൻ കേസുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം സൊസൈറ്റിയിലുണ്ടായ കുറേ ഡൗട്ടുകളും മാധ്യമങ്ങളുടെ കുറച്ച് കൺഫ്യൂഷൻസും പിന്നെ ചില മൂവീസും എല്ലാം കുറേ പബ്ലിക് ഒപ്പീനിയനും എല്ലാവരും ഒരു സംശയത്തോടെയാണ് എല്ലാത്തിനെയും കേരളത്തിൽ കാണുന്നത്. അപ്പോൾ ഇതിന് പിന്നിലൊരു മാഫിയയുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ട് എന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. ഐസക് എന്നും ബിൽജിത്ത് എന്നും പറഞ്ഞിട്ട് രണ്ട് ഒരു കഡാവർ ഡൊണേഷൻ കേരളത്തിൽ നടക്കുകയുണ്ടായി. അപ്പം അവരുടെ ആ ഒരു ഫാമിലിയുടെ ഒരു ഡിസിഷൻ കാരണം എത്ര ജീവനുകളെ രക്ഷപ്പെട്ടതെന്നുള്ളത് നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും. അതിനുശേഷം ആക്ച്വലി കുറേ എനിക്ക് പറയുന്നത് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കുള്ളിൽ 1000-ഓളം ഡൊണേഷൻ നടന്നിട്ടുണ്ട് കേരളത്തിൽ. അതായത് ഡൊണേഷൻ പ്ലെഡ്ജുകൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ. അതായത് മീഡിയ ഇതിനെക്കുറിച്ച് അവെയർ ആകുന്നു, സൊസൈറ്റി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് ശേഷം ഇതിനെക്കുറിച്ചൊരു പോസിറ്റീവ് ചേഞ്ച് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിയണം, കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഡൊണേഷൻ പ്ലെഡ്ജുകൾ ചെയ്യുകയും ചെയ്യണം.